ഷാബ ഇന്ന് മില്ലിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സാധാരണ മില്ലിൽ പോകുമ്പോൾ അവന് വണ്ടിയിലിരിക്കും, അശോക്കാണ് അത് പൊടിച്ച് കൊണ്ടുവരിക. ഇന്ന് അവന് അവിടെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയിട്ടാണ്. അപ്പോൾ അവർ ഒന്ന് കാണിച്ചൊക്കെ കൊടുക്കാമെന്നും കൂടി വിചാരിച്ച് അശോക്ക് അവനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. അവിടെ ഭയങ്കര ശബ്ദമാണല്ലോ. അപ്പോൾ ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിപ്പിക്കും. അതായത് അവന് എപ്പോഴും കേൾക്കാത്തൊരു ശബ്ദമാണിത്. അതുകൊണ്ട് തന്നെ അവന് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബായി. അതിനിടയിലൊരു കാര്യം പറയാം. അവൻ ഈ കാലിങ്ങനെ കുന്തിച്ച് നടക്കുന്നുണ്ടല്ലോ, ടോയ് വാക്കിംഗ് എന്ന് പറയും. ഈ വാക്കിങ് പൊതുവെ ഓട്ടിസമുള്ള കുട്ടികൾക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ അതിനെ കാണാറുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ടോയ് വാക്കിങ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാല് കുന്തിച്ച് നടക്കുന്നത് ഒരു അവൻ്റെ കാലുകൾക്ക് മസിൽസിന് സ്ട്രെങ്ത്താണ് കൊടുക്കുന്നത്, അവൻ്റെ കാഫ് മസിൽസിന്. നമ്മൾ ഈ എക്സസൈസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് കാഫ് മസിൽസിന് നന്ന സ്ട്രോങ് ആണ് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടൊരു തെറാപ്പിയും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത്? അവർ ഫുൾ ടൈം അങ്ങനെയല്ല നടക്കുന്നത്, അവർക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ നടക്കും. ഞാൻ ആലോചിക്കുമ്പോൾ അത് നല്ലതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതെന്നാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, ഇതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ ഈ തെറാപ്പി സെൻറ്ററിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെ ഇത് മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ ഞാൻ അതിൻ്റെ ഒരു നല്ല വശമുണ്ട്, എന്തുകൊണ്ട് നമ്മളതിനെ കണ്ടുകൂടാ? ആ നല്ല വശത്തിന് മാത്രം പോയിൻ്റ് ചെയ്യുക. ഷാബിക്ക് ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അവനക്ക് കുറച്ച് ഡിസ്റ്റർബ് ഉണ്ട്. അപ്പോൾ അവൻ ചെവിയൊക്കെ പൊത്തിയതാണ് കേട്ടോ. കാരണം ഈ ശബ്ദം അവൻ ഫെമിലിയർ അല്ല അവനക്ക്. ഇത് എപ്പോഴും വന്നതാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് അവൻ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവനെ ഇവിടെ കൊണ്ടുവരാത്തത് കൊണ്ട് ആ പ്രശ്നം. ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവൻ ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൻ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുടുങ്ങി. പിന്നെ അവൻ ആ ശബ്ദവും പിന്നെ കാഴ്ചയും എല്ലാതും കൂടി അവൻ നന്നായി ബുദ്ധിമുട്ടും. ഇപ്പോൾ അവിടെ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ അവനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ. കാരണം അത് അവനിക്ക് ശീലമില്ല, അല്ലെങ്കിൽ അവനത് കേട്ട് പരിചയമില്ല. അതുകൊണ്ടാണ് അവനിക്കൊരു തരം ഇടങ്ങേറ്. അപ്പോൾ അത് നമ്മളുടെ കുഴപ്പമാണ്, അവൻ്റെ കുഴപ്പമല്ല. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു അങ്കലാപ്പം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ അവിടെ വന്നത്. ഞാനിതിനെ നോർമലായിട്ട് സാധാരണ കുട്ടികളൊക്കെ ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരാകെ പാനിക്കായി അവരാകെ ഇടങ്ങേറാവുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇതിനെയും കാണുന്നത്. ഇത് അവർ പരിചിതമാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും അവർ മോചിതയാവും. അങ്ങനെ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത്. അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായാലും ലൈഫല്ലേ, അപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് വരും. അതിനെ ഒക്കെ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ജീവിതം തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിട്ടാണ് വരുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കും, എന്തിനാ വെറുതെ അതിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്? അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ആ ചിന്ത തെറ്റാണ്. അവനെ ബുദ്ധിമുട്ടിക്കാനല്ല, അവൻ്റെ ജീവിതം നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ഒരു ജീവിത നിലവാരം ഉയരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ കുടുംബത്തിനും ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ഇടുങ്ങിയിട്ട് ലൈഫായി പോവും. അപ്പോൾ നമുക്ക് ഒരു ഹാപ്പി ആയിരിക്കാനും പറ്റില്ല. കാരണം ഓരോ പാരൻറ്റും അവരുടെ ലൈഫിനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് അതിനെ കാണും. അപ്പോൾ പിന്നെ ഒരു സന്തോഷത്തിൽ നിൽക്കാൻ നമ്മുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റുക? ഷാബിക്കൊക്കെ ഇങ്ങനെ ഒന്നിച്ച് പൈസയൊക്കെ പോക്കറ്റിലിട്ട് കൊടുത്ത് തന്നെ അറിയുന്നില്ല അവനിക്ക്. പക്ഷെ അവനതൊക്കെ കറക്റ്റായിട്ട് എടുത്തുട്ടാ, അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മീനും ഇറച്ചിയൊക്കെ വരുന്ന പച്ചക്കറി അതിൻ്റെയൊക്കെ പൈസ കറക്റ്റായിട്ട് പൈസ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഞാൻ പോക്കറ്റിൽ അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് അവനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത് കേട്ടോ. അത് അവൻ്റെ കുറ്റമല്ല, നമ്മളെ കുറ്റമാണ്. കയ്യിൽ പൊടി അവരുടെ, അത് അവനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കൈ നേരാവണ്ണം കൊടുക്കാത്തത്. അല്ലെങ്കിൽ അവൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കുറച്ച് മടിയാണ്. അവനിക്ക് ആ ഒരു
ടച്ചിങ്സ് എന്നാൽ അവന് ഇഷ്ടമുള്ള ആളെടുത്ത് അവനക്ക് ഒരു ടച്ചിങ്സിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ റയാൻ ഞങ്ങളടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനോ ഉമ്മ കൊടുക്കാനോ ഒന്നും അവനക്ക് ആ ടച്ചിങ്സ് എന്നുള്ളതിൻ്റെ ആ ടച്ചിങ്ങിൽ വരുന്ന സെൻസറി പ്രശ്നം അവനക്കില്ല. അതേപോലെ ഈ ടോയ് വാക്കിങ് വരുന്നത് എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു മെൻ്റലി ഒരു ചെറിയ ഡിസ്റ്റർബൊക്കെ വരുമ്പോൾ അവർ അതേപോലെ നടക്കുന്നതും ആയിട്ട് തോന്നുന്നുണ്ട്. എന്തിനാണ് അതിനെയൊക്കെ വെറുതെ നോ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. അതായത് നമ്മളെ ബാധിക്കുന്നില്ല, അവരുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലാത്ത പ്രശ്നങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഷൂ ഒക്കെ ഇട്ട് മാറ്റി കൊടുക്കുന്ന പിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടില്ല, അവരുടെ ആരോഗ്യപരമായിട്ടും നല്ലതാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ വെറുതെ അതൊക്കെ ബുദ്ധിമുട്ടുന്നത്?